നമ്മൾ സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന്, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചപ്പോൾ അവർ പണം തന്നത് സമത്തെ സ്നേഹിച്ചുകൊണ്ടാണ്. പലരും അതിന്റെ കൂടെ നിന്നത് സമത്തെയുള്ള മതിപ്പ് കൊണ്ടാണ്. ആ മതിപ്പ് നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടത്. ഗുരുനാഥന്മാർ എപ്പോഴും മുകളിൽ തന്നെയാണ്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിത പ്രസ്ഥാനം, അതിന്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഷെയ്ഖുൽ ജാമിയ, അതുപോലെ തന്നെ സയ്യിദുൽ ഉലമ, അവരൊക്കെ നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃനിര എന്ന് പറയുന്നത് അവരാരും എടുത്തു ചാടിയിട്ടില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചോ അവരുടെ പക്വത. ഇന്ന് പോലും പത്രക്കാർ ചോദിച്ചപ്പോ നിങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ എടുത്തു ചാടുകയല്ല ചെയ്തത്. എത്രത്തോളം രാജിയെക്കുറിച്ച് പോലും ചോദിച്ചപ്പോൾ അവർ വളരെ പക്വമായി ഡിപ്ലോമാറ്റിക് ശൈലിയിലാണ് മറുപടി പറഞ്ഞത്. കാരണം അവർക്ക് ഈ സംവിധാനം നല്ല നിലക്ക് കൊണ്ടുപോകണം എന്ന ഉദ്ദേശമുണ്ട്. എന്താണത്? സമത്വയുടെ മുഷാവറ തീരുമാനത്തിന് വിധേയമായിരിക്കണം. അതിനൊരു തർക്കവുമാർക്കില്ല. അങ്ങനെ ഒരു തർക്കമുള്ളവൻ സമത്വക്കൊപ്പമുള്ളവനുമല്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ പ്രതിസന്ധി വരുമ്പോൾ സ്വാഭാവികമായും കൂടെ നിൽക്കുന്നവരും അതുപോലെ തന്നെ പ്രശ്നം പർവ്വതീകരിക്കുന്നവരും കൂടെ നിൽക്കാത്തവരും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 മുഷാവറകളുടെ തീരുമാനം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തോട് പഠിപ്പിച്ചതുപോലെ അലൽ മർഇൽ മുസ്ലിമി അൻ യുതി അൽ അമീർ, എപ്പോഴും അമീറിനെ അനുസരിക്കൽ, നേതൃത്വത്തെ അനുസരിക്കൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ കടമയാണ്. മുഷാവറ 40 അംഗങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന നല്ല ഉസ്താദ് അടക്കമുള്ള ഈ പ്രഗത്ഭരായ പണ്ഡിതന്മാർ 40 അംഗങ്ങൾ ഒരു തീരുമാനമെടുത്താൽ പിന്നെ നമുക്കതിൽ ഒരു അഭിപ്രായവും പറയാനില്ല. അത് വ്യക്തിയുടെ തീരുമാനമല്ല, വ്യക്തികളുടെ തീരുമാനമല്ല, സമത്വയുടെ ഔദ്യോഗിക തീരുമാനമാണ്. ആ തീരുമാനത്തെ നമ്മൾ ശിരസാ വഹിക്കുക എന്നല്ലാതെ അതിൽ കയറി അഭിപ്രായം പറയാനും അവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് പ്രകോപനം സൃഷ്ടിക്കുവാനും പോകേണ്ട കാര്യമില്ല. ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തിൽ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ പലരും അതിനെ വലിയ പർവ്വതീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ വലിയ പ്രതിസന്ധിയിലാണ്. അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങളും മറുപടികളും, ഓരോരുത്തരുടെ താളത്തിനനുസരിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ. പലരും ചോദിച്ചു എന്താണ് അതിൽ പറയാനുള്ളത്. പല ആളുകളും പറയുന്നു എന്താണ് പ്രതികരിക്കാനുള്ളത്. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ 40 അംഗ മുഷാവറ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർക്കും സമത്വയെ സ്നേഹിക്കുന്നവർക്കും അതൊരു അന്തിമ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ വരെ സമത്വയുടെ പ്രവർത്തകർക്ക് യാതൊരു തരത്തിലും തർക്കമില്ലല്ലോ. ഈ സംഭവത്തിന്റെ തുടക്കം നടക്കുന്ന സമയത്ത്, മാറ്റി നിർത്തൽ നടക്കുന്ന സമയത്ത് SIC എന്ന് പറയുന്ന സമത്വ ഇസ്ലാമിക് സെന്റർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സൗദിയിലെ സമത്വയുടെ ഔദ്യോഗിക കീഴ്ഘടകത്തിന്റെ ഒരു പ്രചരണ പരിപാടിയിൽ സൗദി അറേബ്യയിലാണ്. അന്ന് സൗദി അറേബ്യയിലെ ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട്, ഇതുപോലെ കൂടിയ ഒരു ഇൻഡോർ പരിപാടിയിൽ വെച്ചുകൊണ്ട് ഈ പ്രശ്നം വന്ന സമയത്ത് അത് വിശദീകരിക്കാൻ പറഞ്ഞപ്പോൾ ഒറ്റ കാര്യമേ ഞാൻ പറഞ്ഞു. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ 40 അംഗങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന നല്ല ഉസ്താദ് അടക്കമുള്ള ഈ പ്രഗത്ഭരായ പണ്ഡിതന്മാർ 40 അംഗങ്ങൾ ഒരു തീരുമാനമെടുത്താൽ പിന്നെ നമുക്കതിൽ ഒരു അഭിപ്രായവും പറയാനില്ല. അത് വ്യക്തിയുടെ തീരുമാനമല്ല, വ്യക്തികളുടെ തീരുമാനമല്ല, സമത്വയുടെ ഔദ്യോഗിക തീരുമാനമാണ്. ആ തീരുമാനത്തെ നമ്മൾ ശിരസാ വഹിക്കുക എന്നല്ലാതെ അതിൽ കയറി അഭിപ്രായം പറയാനും അവിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് പ്രകോപനം സൃഷ്ടിക്കുവാനും പോകേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. സമത്വയുടെ തീരുമാനത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കമുണ്ടാകാൻ പാടില്ലല്ലോ. ആ ഒരു തീരുമാനമാണ് സംഘടനാ പ്രവർത്തകർ ഉൾക്കൊള്ളേണ്ടതും അതാണ് മനസ്സിൽ കരുതേണ്ടത്. കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട്. ഞാൻ പറയുന്നു, വഫിയ സംവിധാനം കേരളത്തിൽ ഒരുപാട് ഗുണകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള പഠന പദ്ധതികളുമായി മുന്നോട്ട് വരികയും ജനം അതിനെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല പ്രതിഭാസമ്പന്നരായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ പല ഉന്നത മേഖലകളിലും ജോലി ചെയ്യുന്നുമുണ്ട്. അതിനെ ചെറുതാക്കി കാണാനോ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തെ പടച്ചാക്ഷേപിക്കാനോ ഒരിക്കലും നമ്മൾ മുന്നോട്ട് വരുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടനാ ഭാരവാഹിത്വത്തിലും പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പണവും അധ്വാനവും ചെലവഴിച്ച് ഇതിനു വേണ്ടി ഓടി നടക്കുന്നവരുമായ ഒരുപാട് നല്ലവരായ പ്രതിഭാസമ്പന്നരായ വാഫി ചെറുപ്പക്കാരെ അകറ്റാൻ ഉപകരിക്കും. അതേസമയം സമത്വൊരു തീരുമാനമെടുത്താൽ അതിന്റെ അപ്പുറത്തേക്ക് നിൽക്കുന്നവരാരായാലും ശരി, അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം എന്താണോ അത് അംഗീകരിക്കാൻ ആരാണെങ്കിലും ബാധ്യസ്ഥരാണ്. ഇപ്പൊ നമുക്ക് വലിയ സമാധാനമുണ്ട്. എന്താ കാരണം? സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ചേർന്നുകൊണ്ട് വാഫി എന്ന സംവിധാനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് അവരുടെ പഠനത്തിനോ പരീക്ഷക്കോ ഒരു കുറവും വരില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് തങ്ങളെ ഉത്തരവാദിത്തത്തോടെ ആ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ നേതൃത്വത്തനുസരിക്കേണ്ടവരാണ്. നേതൃത്വം എന്താ പറയുന്നുവെങ്കിൽ അത് കേൾക്കേണ്ടവരാണ് നമ്മൾ. ഒരു ഭാഗത്ത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്, അത് സംഘടനയാണ്.
എപ്പോഴും സംഘടനക്കാണ് പ്രാമുഖ്യം. സംഘടന ഇല്ലെങ്കിൽ നമ്മളൊന്നും ഒന്നുമല്ല. സംഘടനയാണ് പ്രധാനം. നമ്മൾ ഓരോരുത്തരും എത്ര പ്രതിഭാസമ്പന്നനാണെങ്കിലും ആരാണെങ്കിലും ശരി സംഘടനക്ക് വിധേയരായിരിക്കണം എന്നതാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ സംഘടനാ ശാസ്ത്രം അനുസരിച്ച് നമ്മളെ പഠിപ്പിച്ചുള്ളത്. വാഫി സംവിധാനത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ഒരുപാട് രക്ഷിതാക്കളുണ്ട്.